ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന അൽഹംദുലില്ലാ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് കപ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകാം നമുക്ക് കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു 1.5 കിലോന് അരി എടുത്തിട്ടുണ്ട്. അതായത് 4 ഗ്ലാസ്സാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ അളവിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളി അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 വലിയ സബോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. അതൊന്ന് വാടി വന്നപ്പോൾ 2 തുടം വെളുത്തുള്ളി തൊലി കളഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് നന്നായി വഴഞ്ഞു വരുമ്പോൾ 2 ഉണങ്ങിയ നാരങ്ങ ഇട്ട് കൊടുക്കുക, 2 വലിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക, 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുക, ഒരു 4 ഗ്രാമ്പു, 3-4 ഏലക്കായ ഇട്ട് കൊടുത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 3 വലിയ പഴുത്ത തക്കാളി മിക്സിയിലിട്ട് അടിച്ചതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വലിയ 2 ടേബിൾ സ്പൂണ് കബ്സ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ മസാലകളൊന്നും ഇട്ട് കൊടുക്കണില്ല. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 6 വിസിലടിച്ചപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് എയറിൽ കിടന്നിട്ട് വേവിയാണ് ചെയ്തത്. ഓരോ ബീഫിനനുസരിച്ച് കുക്കറിനനുസരിച്ചും വേവ് വിസിലൊക്കെ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് അതിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു സവാള 4 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ നല്ല പഴുത്ത 3 തക്കാളി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു. ഒരു 3-4 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഞാൻ ചതച്ച് നേരത്തെ വെച്ചായിരുന്നു, കുറച്ച് മാറ്റി വെച്ചതായിരുന്നു. അതുപോലെ ആവശ്യത്തിന് എരിവുള്ള പച്ചമുളകും മല്ലിയില ഇട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് സോർക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അതിലുള്ള ചമ്മന്തി റെഡിയായി. മിക്സി ഒന്ന് കഴുകിയതിന് ശേഷം മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് നുള്ളു ഉപ്പും കുറച്ച് പഞ്ചസാരയും സോർക്കയും പിന്നെ കുരുമുളകും 2 വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് പാലോണ്ടാണ് ഉണ്ടാക്കുന്നത് മയണൈസ്. പാലൊഴിച്ച് കുറേശ്ശായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് മയണൈസ് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ നമ്മുടെ മയണൈസ് അപ്പോൾ റെഡി ആയിട്ടാ. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സിയൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടാ. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എയറൊക്കെ കളഞ്ഞ് നോക്കിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ബീഫൊക്കെ ഇട്ടിട്ട് അത്യാവശ്യത്തിന് വെന്തിട്ട് നല്ല ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം ഒന്ന് ഊറ്റിയെടുത്ത് വേറെ വെക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഏതാണ് കപ്സ ശരിയാക്കണ ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. ക്യാരറ്റ് ഒന്നായി വന്നപ്പോൾ നമ്മുടെ നേരത്തെ ബീഫും വെള്ളമൊക്കെ ഉണ്ടല്ലോ ഒക്കെ കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുത്ത് നേരത്തെ ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ബീഫിൽ എത്ര വെള്ളം ഉണ്ടെന്നുള്ളത്. നമുക്ക് അരി വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ കണക്കറിയണമല്ലോ. അപ്പോൾ അത് അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് എനിക്ക് വെള്ളം ഉണ്ടായിരുന്നു, വലിയൊരു കപ്പായിരുന്നു. അതും ഒക്കെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 4 കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം കുതിർത്തിയതിന് ശേഷം അത് വാരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇരട്ടി വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള നിലയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിന് അളവിനനുസരിച്ചിട്ട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ചൂടുവെള്ളം വേണം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ, പച്ചവെള്ളം ഒഴിക്കരുത്. ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് മസാല ഒക്കെ എല്ലാത്തിലും നന്നായി ഇളക്കിയിട്ട് നമ്മളതിൽ അരി ഇടുകയാണ് ചെയ്യണത് കേട്ടോ. അരിയൊന്നും ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അരിയും ഒക്കെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി ചോറായിട്ട് വരും കേട്ടോ. അപ്പോൾ 4-5 പച്ചമുളക് ഞെട്ടിയോട് കൂടെ തന്നെ ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അവിടെ ദമ്മിലിട്ട് കേട്ടോ. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനെ കിട്ടിയിട്ടുണ്ട് ചോറ്. വെള്ളമൊക്കെ നന്നായി വെച്ച് നല്ല അടിപൊളി ചോറായിട്ട് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. അങ്ങനെ ചോറൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പ്ലേറ്റിലേക്ക് ആക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഉച്ചയ്ക്ക് ചോറ് മയണൈസും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും.